ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീനന്ദനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മോർണിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പെട്ടെന്ന് സെറ്റാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. രാവിലെ കുക്കറിൽ വെച്ചിരിക്കുന്ന ചോറെടുത്ത് ഒന്നുകൂടി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഇന്ന് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം. അതിനായിട്ട് കോവയ്ക്ക വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. വെള്ളം ഒരുപാട് ചേർക്കണ്ട, കോവയ്ക്ക പെട്ടെന്ന് വേവും, അതുകൊണ്ട് വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. പക്ഷെ ഞാൻ ചേർത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. ഫ്ലെയിം കൂട്ടിയിട്ടാൽ നമുക്കത് പെട്ടെന്ന് വറ്റി കിട്ടുവേ. അപ്പം കോവയ്ക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയിടണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയിടാം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തി നമ്മൾ കടുക് വറുത്തിട്ട് ഒന്ന് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുന്ന ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കടുക് വറുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയുള്ളി നന്നായിട്ട് വട്ടത്തിലരിഞ്ഞിടണം. ചമ്മന്തി കടുക് വറുക്കുമ്പോൾ നമ്മൾ ചെറിയുള്ളി അരിഞ്ഞിട്ട് കടുക് വറുക്കുകയാണെങ്കിൽ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടുമേ. അപ്പം നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും വറുത്തെടുക്കാം. പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങ, ഉള്ളിയും വറ്റൽമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തത് നമുക്കിതിലോട്ട് ചേർത്തിളക്കാം. വെള്ളം ഇനി ഒഴിക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ ഒഴിച്ചിട്ടുള്ള ചമ്മന്തി അല്ല ഉണ്ടാക്കുന്നത്, വറ്റിച്ചെടുക്കുന്ന ചമ്മന്തിയാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ. ഇപ്പുറത്തെ അടുപ്പിൽ കോവയ്ക്ക മെഴുക്കുവരട്ടി ആയി വരുന്നുണ്ട്. അത് കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നു വരണം. ചമ്മന്തിയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാളയും പിന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളകും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് അതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്താൽ മുളക് ചമ്മന്തി റെഡി. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയോട് ഒഴിക്കണം കേട്ടോ, എങ്കിലേ മുളകിൻ്റെ ചമ്മന്തിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതും കൂടെ കൂട്ടിയാൽ നമുക്ക് ദോശ നല്ല ഉഷാറായിട്ട് കഴിക്കാം. ഇനി അടുത്ത പരിപാടി ദോശ ചുടാന്നുള്ളതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ ദോശക്കല്ലിലാണ് കേട്ടോ ദോശ ചുടാറ്. അപ്പം നല്ലെണ്ണ ഉപയോഗിച്ച് ദോശ ചുട്ടാൽ ദോശ കല്ലിൽ ഒഴിക്കുമ്പം തന്നെ നല്ല സ്മെല്ല് വരും. നമ്മൾ തട്ടുകടയുടെയൊക്കെ മുമ്പിൽ ചെല്ലുമ്പം ദോശ ഇടുമ്പോൾ ഒരു മണം വരാറില്ലേ, അതേ സ്മെല്ലാണ് ഈ നല്ലെണ്ണ ഒന്ന് ദോശക്കല്ലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ദോശ ഇടുമ്പം കേട്ടോ. അപ്പം നമുക്ക് കല്ല് ചൂടായിട്ടുണ്ട്. കല്ല് ചൂടാകുമ്പോൾ തന്നെ എണ്ണ പുരട്ടിയിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് ദോശ ഇടാം. നല്ലെണ്ണ പുരട്ടിയത് കൊണ്ട് നമുക്ക് കല്ലിൽ ഒട്ടിപ്പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ദോശ ഇടുന്ന പോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളകി പോകുന്നോളും കേട്ടോ. ഇനി നമുക്കൊരു ഓംലെറ്റ് കൂടെ ഉണ്ടാക്കണം. ഓംലെറ്റ് ചോറിന് കൊണ്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് പെട്ടെന്നൊരു ഓംലെറ്റും കൂടെ തട്ടിക്കൂട്ടാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും തേങ്ങാ ചമ്മന്തിയും പിന്നെ മുളക് ചമ്മന്തിയും ഉണ്ട്. പിന്നെ ചോറിന് കൊണ്ടാനായിട്ട് ഇപ്പം മുട്ട പൊരിച്ചതും പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ ഇപ്പം നമ്മൾ മുളക് ഇടിച്ചെടുത്തില്ലേ അതുകൂടെ കൂട്ടിയാൽ നമുക്ക് ചോറ് നല്ല സുഖമായിട്ട് കഴിക്കാം. എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഓർത്താൽ പെട്ടെന്നൊന്നും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തലേന്നേ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ, തലേന്നേ നമ്മൾ വിചാരിച്ചു നോക്കി എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്, എന്താണ് കൊണ്ടുപോകാൻ വേണ്ടത്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഐഡിയാസ് കിട്ടും. അപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. പിന്നെ പലരും തലേന്ന് തന്നെ അരിഞ്ഞ് വെക്കുന്നവരുണ്ട് കേട്ടോ. എനിക്ക് സമയം കിട്ടാറില്ല, സമയം കിട്ടുമ്പോൾ ഞാൻ അരിഞ്ഞ് വെക്കാറുണ്ട്. അപ്പം ലഞ്ച് റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ ലഞ്ച് ബോക്സ് പാക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് അതെടുത്ത് വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോവാം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ ഫ്രം അതുല്യ.